ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നിരഞ്ജനെ വെല്ലുവിളിച്ചുകൊണ്ട് അജയെ തൻ്റെ വക്കീലാക്കിക്കൊണ്ട് അപർണ വലിയ പോരാട്ടത്തിന് തന്നെ ഇറങ്ങിയിരിക്കുക, അതും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട്. പക്ഷെ ഇതിൻ്റെ പിറകിലുള്ള സത്യം എന്താണെന്നും തമ്പി എന്ന് പറയുന്ന ദുഷ്ടൻ ആരാണെന്നും അറിയാതെ വേണ്ടാത്ത ഓരോ വാഗ്ദാനങ്ങളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപർണ. ഈ ഒരു സമയത്താണ് നമ്മുടെ തമ്പിയുടെ ഭാര്യയ്ക്ക് അസുഖം ഉണ്ടാകുന്നതും അവർ ഭയങ്കര ക്രിട്ടിക്കലായിട്ടൊരു സ്റ്റേജിലേക്ക് പോകുന്നതും. ഡൽഹിയിൽ വരെ കൊണ്ടുപോയി ചികിത്സിക്കാമെന്ന് വരെ മകളും മകളുടെ കൂട്ടുകാരിയായിട്ടുള്ള ഡോക്ടറും കൂടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഈ ഒരു സമയത്ത് അമ്മ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇപ്പം അച്ഛൻ്റെ പേരിലുണ്ടായിരിക്കുന്ന ഈ ഒരു അപവാദം അത് മറികടന്നാൽ മാത്രമേ തനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല, എല്ലാവരും മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അപർണ അമ്മയോട് പറയുന്ന സമയം നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് മോളെ എന്ന് അമ്മ പറഞ്ഞു. ആ പുള്ളിക്കാരിക്ക് പോലും തമ്പിയുടെ കാര്യത്തിൽ ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. തമ്പി ഇനിയിപ്പോൾ ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ, തമ്പി വെറും തറയാണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞു നിൽക്കുന്ന അമ്മയോട് മകളാണ് ദേഷ്യപ്പെടും. അപ്പോഴും അച്ഛൻ്റെ പുന്നാരമോളായതുകൊണ്ട് അച്ഛൻ തെറ്റൊന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു ഒറ്റ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടുകാരിയൊക്കെ ആയിട്ട് സംസാരങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരിയെ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ പറയുകയുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് അമ്മയ്ക്കരികിലേക്ക് വന്നിട്ട് മകളാണെങ്കിൽ അച്ഛൻ്റെ സൈഡ് പിടിച്ച് കുറേ അമ്മയോട് ചൂടായി. അപ്പോൾ ഇനിയെങ്കിലും നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ അമ്മ മോളോട് പറയുവാണ്. അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മറ്റുള്ളവരെ എല്ലാവരെയും ശത്രുക്കളായി കണ്ട് സ്വന്തം ജീവിതം നശിപ്പിക്കാതെ നീ നിൻ്റെ കാര്യങ്ങളിൽ നിൻ്റെ ജീവിതത്തിനോട് കുറച്ചെങ്കിലും ഉത്തരവാദിത്വം കാണിക്കുക എന്ന് അമ്മ മകളോട് പറയുന്നു. തൻ്റെ അച്ഛനെ ചെളിവാരി തേക്കാൻ ശ്രമിക്കുന്ന ആരെയും തനിക്ക് വേണ്ട എന്നും അവരെ എല്ലാവരെയും തീർത്ത് കളയുമെന്നും അപർണ വീണ്ടും അമ്മയോട് പറയുക. അങ്ങനെ അമ്മയും മോളും കൂടി ഇക്കാര്യമെല്ലാം പറഞ്ഞ് മോൾ അമ്മയോട് തുള്ളിച്ചാടി അവിടുന്ന് പോയി. ഇതൊക്കെ കഴിഞ്ഞ് അമ്മ ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കും കേട്ടോ. ഇതേ സമയത്ത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിരഞ്ജനയാണെങ്കിൽ കേസുമായിട്ട് നല്ല രീതിയിലും തന്നെ മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് നിരഞ്ജനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിരഞ്ജനയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ടെല്ലാം ഫുള്ളായിട്ട് തന്നെ കൊടുക്കുന്നത് നമ്മുടെ വക്കീൽ ഉണ്ണിത്താനാണെങ്കിൽ മോളോട് ഓരോ പോയിന്റുകളും പറഞ്ഞു കൊടുത്ത് അത് അങ്ങനെ ചെയ്യണം, അതിങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മോൾക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അജയ് എന്ന് പറയുന്നവനിൽ നിന്ന് നിരഞ്ജനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ഉണ്ണിത്താൻ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിരഞ്ജന വിജയിച്ചു കഴിഞ്ഞാൽ അവൻ ഈഗോ അടിക്കും, അവൻ നിരഞ്ജനെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഇവൻ്റെ ഈ ഒരു ഇതിൽ നിരഞ്ജന ഇവനെ ഉപേക്ഷിക്കുമെന്നാണ് ഉണ്ണിത്താൻ്റെ ആ ഒരു പ്രതീക്ഷ. ഉണ്ണിത്താൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ നടക്കാം. ഇതേ സമയത്ത് നമ്മുടെ അഭിയെ അമൽ വിളിച്ചിട്ട് ഇന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുവാണ്. തമ്പി കൊണ്ടുവന്ന പൈസ കൊടുത്തതും അജയ് അത് ഇരു കൈ നീട്ടി സ്വീകരിച്ചതും പിന്നീട് അപർണ നടത്തിയ ആ ഒരു കോലാഹലങ്ങളെ പറ്റിയൊക്കെ അതെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിക്കും ആകെ ഒരു ഇത്, അപ്പോൾ വീട് ഭയങ്കര ഒരു യുദ്ധക്കളമാവുകയാണ് എന്ന് അഭിക്ക് മനസ്സിലായി. അഭി എന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം എനിക്ക് ജാനകിയുടെ അമ്മയെ കാണണം എന്ന് അമൽ പറഞ്ഞു. അപ്പോൾ നിനക്ക് അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ നിൻ്റെ സമയം പോലെ നീ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മുടെ അമലിന് പറഞ്ഞു കൊടുത്തു. അഭി പറഞ്ഞനുസരിച്ച് നമ്മുടെ അമൽ ജാനകിയുടെ അമ്മയെ കാണാനായിട്ട് പോകുക കേട്ടോ. അങ്ങനെ അഭിയുടെ അമ്മായിമ്മയായ, അതായത് ജാനകിയുടെ അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെന്നു. അമലിനെ കണ്ടപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര കാര്യമായിരുന്നു. ഇവർ വലിയ കാര്യമായിട്ട് തന്നെ അകത്തേക്ക് വിളിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ പൊന്നുകുട്ടി വന്നു. ചെറിയച്ചാന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ അമ്പടി പൊന്നു നീ ഇവിടെ വന്ന് ചെറിയച്ചനെ ഇട്ടിട്ട് നിൽക്കാല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും മേരിയമ്മ അവിടെ നിന്ന് വന്നു. മേരിയമ്മയെ കാണിച്ചു കൊടുത്തു. ഇതാണ് ഞങ്ങൾ പറയുന്ന അമ്മേനെ നോക്കുന്ന, അല്ലെങ്കിൽ അമ്മയുടെ കൂട്ടുകാരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അമ്മയ്ക്കൊപ്പം അവിടെ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ആളാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് അമലും അമ്മയോട് നമസ്കാരമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ കയ്യിലൊരു കവറൊക്കെ ആയിട്ട് നമ്മുടെ അമൽ വന്നത്. എന്താ ചെറിയ കയ്യിലെന്ന് ചോദിക്കുമ്പം ഇതേ ചെറിയ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. ഒരു നല്ല കാര്യത്തിന് വരുമല്ലേ, പൊന്നുകുട്ടിയുടെ അമ്മാമ്മയെ കാണാൻ വന്നതുകൊണ്ട് അമ്മാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. അയ്യോ ചെറിയച്ച, അമ്മാമ്മ ഇതൊന്നും കഴിക്കില്ല, അമ്മാമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും അമ്മാമ്മയുടെ കയ്യിൽ ഇതൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കാം, അമ്മാമ്മ ഇനി ഒരു പക്ഷേ കഴിച്ചാലോ പൊന്നുകുട്ടി. ചെറിയച്ഛൻ ചെയ്തു നോക്കിക്കോ, പൊന്നുകുട്ടി ചെയ്തു നോക്കിയതാ, പക്ഷെ അന്നേരം ഒന്നും അമ്മാമ്മ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പൊന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അമ്മയുടെ അരികിലേക്ക് നമ്മുടെ അമലിനെ ഇവർ കൊണ്ടുപോകുക. അങ്ങനെ അമ്മയെ കണ്ടുകൊണ്ട് നമ്മുടെ അമൽ കയറി ചെന്നപ്പോൾ അമ്മയെ കണ്ടതും അമലിൻ്റെ മനസ്സും കണ്ണും ഒക്കെ ഒരുപോലെ നിറഞ്ഞു കിട്ടും. നല്ല ഐശ്വര്യമുള്ളൊരു അമ്മയാണല്ലോ ഇരിക്കുന്നത്. ആ അമ്മയെ കണ്ടപ്പോൾ ജാനിയടുത്തിയെ പോലെ തന്നെയുണ്ട് ജാനിയടുത്തിയുടെ അമ്മ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുന്നു. ചെന്ന് അവിടെ അമ്മയുടെ അടുത്ത് ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിയും അഭിയും കൂടി ഇത് അമൽ ആരാണെന്നും എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അമ്മ ഇങ്ങനെ അമലിനെ ഒന്ന് നോക്കിയിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പം അങ്ങനെ പുഞ്ചിരിച്ചിരിക്കുന്ന അമ്മയോട് അമൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. പക്ഷേ അമലിനോട് ഒന്നും അമ്മ പറയുന്നില്ല. അമ്മ ഇങ്ങനെ അമലിനെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക, ഒരു ചെറു പുഞ്ചിരിയോടെ. അങ്ങനെ അമലാണെങ്കിൽ അമ്മയോട് വിശേഷങ്ങളൊക്കെ പറയുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്കാണെങ്കിൽ താൻ കൊണ്ടുവന്ന ആ ഒരു സ്വീറ്റ്സ് കൊടുക്കാനാണെന്നും പറഞ്ഞ് കയ്യിൽ കൊണ്ടായിരുന്ന ഒരു ലഡു എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷെ അമ്മ അത് കഴിച്ചില്ല. അപ്പോൾ അമ്മ അങ്ങനെയൊന്നും കഴിക്കില്ല എന്നും അമ്മയ്ക്ക് എന്തെങ്കിലും വായിൽ വെച്ച് കൊടുത്താൽ മാത്രമേ കുടിക്കുകയോ കഴിക്കുകയോ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ ജാനകി ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ അമല ആ ലഡു എടുത്ത് അമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അമ്മ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മേടിച്ച് കടിക്കുക. അത് കഴിഞ്ഞപ്പോൾ അമ്മയോട് അമൽ വിശേഷമൊക്കെ പറയുന്നു. അങ്ങനെ അമ്മയും അത് മേടിച്ചൊക്കെ കഴിച്ചു കിട്ടും. അപ്പോൾ അമൽ പറഞ്ഞു അമ്മയ്ക്ക് അത്രയ്ക്ക് മനസ്സിന് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ അമ്മ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ, വേറെ ആര് കൊടുത്താലും അമ്മ കഴിക്കുന്നതല്ല എന്ന് അമലിനോട് ജാനകി പറയുകയും ചെയ്തു. എന്തായാലും അമലിനോടുള്ള ഒരിത് അമ്മ ഇപ്പോഴേ തന്നെ കാണിച്ചു കഴിഞ്ഞു. അമലിനോട് വിരോധമൊന്നും ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. തുടങ്ങിയ കാര്യമൊക്കെ ജാനകി പറയുമോ. അന്നേരത്തേക്കും പിന്നെ നമ്മുടെ മേരിയമ്മ പറഞ്ഞു എങ്ങനെ വിരോധം ഉണ്ടാകാനാണ്, ജാനകിയുടെ ബന്ധത്തിൽപ്പെട്ട ആരോ ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് രാധാമണിക്ക്, അതുകൊണ്ടാണ് രാധാമണി അത് വാങ്ങിച്ചത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇപ്പുറം മാറി നിന്ന് അമ്മയെപ്പറ്റി സംസാരിക്കുകയാണ്. തമ്പി എന്ന് പറയുന്ന ദുഷ്ടൻ എന്തിനാണ് ഈ പാവം അമ്മയുടെ ജീവിതം നശിപ്പിച്ചത്, അമ്മ എങ്ങനെയെങ്കിലും ജീവിച്ചോളില്ലായിരുന്നു തുടങ്ങിയ രീതിയിലൊക്കെ സംസാരിക്കുക. അപ്പോൾ നമ്മുടെ പൊന്നുകുട്ടി അതുവഴി വരുന്നത്. പൊന്നുകുട്ടി അതുവഴി വരുമ്പോൾ ഉണ്ടല്ലോ ഇവരുടെ സംസാരം കേൾക്കാൻ പൊന്നുകുട്ടി ഇടയായി. അപ്പോൾ ഇവരുടെ അരികിലേക്ക് വരാതെ കുറച്ച് അപ്പുറം മാറി നിന്ന് ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുക. അപ്പോൾ അങ്ങനെ തമ്പിയെ പൂട്ടണമെന്നും ഇതുപോലെ പാവം പിടിച്ച ഒരു അമ്മയുടെ ജീവിതം നശിപ്പിച്ചതിന് അയാൾക്ക് ചെറിയ ശിക്ഷയൊന്നും കൊടുത്താൽ പോരാ എന്നും ജാനിയടത്തി അയാളുടെ മകളാണെന്നുള്ള കാര്യം എവിടെയും പറയണ്ട. അപ്പോൾ ജാനകി പറഞ്ഞു എനിക്ക് ഒരിക്കലും അയാളുടെ മകളെന്നുള്ളൊരു ലേബൽ വേണ്ട അമലേ, ഞാൻ ഒരിക്കലും ആ ഒരു ലേബലിന് വേണ്ടിയിട്ടല്ല, ആരുടെയും മുന്നിൽ ഞാൻ തമ്പിയുടെ മകളാണെന്നുള്ള ഒരു ഇതെനിക്ക് വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പൊന്നുകുട്ടി ഒന്ന് ഞെട്ടി. പൊന്നുകുട്ടിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു അറിവാണല്ലോ അത്. അങ്ങനെ പൊന്നുകുട്ടി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരം നമ്മുടെ അമൽ പറഞ്ഞു ഒരു കാരണവശാലും മറ്റാരുമല്ല തമ്പിക്ക് ശിക്ഷ കൊടുക്കേണ്ടത്, തമ്പിയുടെ കുടുംബം തന്നെയാണ് തമ്പിയെ ശിക്ഷിക്കേണ്ടത്. തമ്പിയുടെ മകളും തമ്പിയുടെ ഭാര്യയാണ് തമ്പിയെ ശിക്ഷിക്കേണ്ടത്. തമ്പി അവരുടെ മുന്നിൽ ഒന്നുമല്ലാതായി മാറണം, അവർ തന്നെ തമ്പിയെ ഒറ്റപ്പെടുത്തണം, അവർ തന്നെ തമ്പിയെ ആട്ടി ഓടിക്കണം. ആ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അമൽ ഇങ്ങനെ പറയുക. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതെന്ന കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അമലും ഇവരെല്ലാവരും കൂടെ സംസാരിച്ചു. അതിനുശേഷം പിന്നെ അമലിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമലാണെങ്കിൽ വിശേഷമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോയി, ഇനി ഇടയ്ക്കും വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമലും അതുപോലെ അബിയും കൂടെ മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അബിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വലിയ തെളിവ് നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പോൾ അതിനെപ്പറ്റി അമലിനോട് ഇങ്ങനെ പറയുമ്പം അബിയുടെ എന്ത് അബദ്ധം ഈ കാണിച്ചത്, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സക്കീർബായി ആണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ അമലിനോട് പറയുകയും ചെയ്തു. എന്നാലും അതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്നുള്ളത് നമുക്കറിയില്ലല്ലോ, എന്നാലും വലിയൊരു കഷ്ടമായി പോയല്ലോ ഏട്ടാ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമലിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഓടിയതിനൊരർത്ഥം ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് എന്താകുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും തമ്പിയെ ശിക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് തന്നെ ഇനിയും തെളിവുകളൊക്കെ ശേഖരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ നമ്മുടെ അമലിനോട്. അതെല്ലാം കഴിഞ്ഞ് അമൽ പോയി. പിന്നെ ജാനകിയും അബിയും കൂടെ അടുക്കളയിലേക്ക് നിൽക്കുന്ന പിന്നെ കാണിക്കുന്നത്. അമൽ പോയി കഴിഞ്ഞപ്പോൾ ജാനകിയും അബിയും കൂടി ഇങ്ങനെ അമൽ വന്നതിനെപ്പറ്റിയും അമൽ പറഞ്ഞതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യമെല്ലാം സംസാരിക്കുന്നു. അപ്പോൾ അമൽ പറഞ്ഞതാണ് ശരി, തമ്പിയുടെ മകളും ഭാര്യയാണ് ശിക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് കൊച്ചടുക്കളയിലേക്ക് കയറി വന്നു. അപ്പോൾ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൊന്നുകുട്ടി എന്താണെന്ന് ചോദിച്ചു. അതെ അമ്മേ, ഞാൻ അമ്മയോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്താ പൊന്നുവിന് അറിയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അപർണച്ചെറിയമ്മയുടെ അച്ഛനല്ലേ തമ്പി അങ്കിള്? ആ അതെ. അപ്പോൾ ഈ തമ്പി അങ്കിൾ അമ്മയുടെ അച്ഛനാണല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജാനകി അങ്ങ് തീർന്നു പോയി. ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയൊരവസ്ഥ. ആര് ആ തമ്പിയുടെ മകളാണ് താനെന്ന് അറിയരുതെന്ന് ജാനകി ആഗ്രഹിച്ചു, ആ ആൾ തന്നെ അത് അറിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ അബി കൊച്ചിനെ വിളിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, മോളോട് ഇതാരാ ഇങ്ങനെയൊക്കെ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ചിനെ വിഷയം മാറ്റി വിടാൻ നോക്കുമ്പോൾ വേണ്ട, അച്ഛനും അമ്മയും എന്നോട് കള്ളം പറയാൻ നോക്കണ്ട, പൊന്നുകുട്ടിക്ക് എല്ലാം അറിയാം, പൊന്നുകുട്ടിക്ക് ഇപ്പം മനസ്സിലായി അമ്മ അനാഥയല്ലെന്നും അമ്മമ്മയും അതുപോലെ തമ്പിയങ്കളുമാണ് അമ്മയുടെ അച്ഛനും അമ്മയും എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു പൊന്നു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് കൊച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അബി ആണെങ്കിൽ കൊച്ചിനെ ഒരു തരത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെയൊന്നുമില്ല മോൾ അങ്ങനെയൊന്നും വിചാരിക്കരുതെന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചെങ്കിലും കൊച്ചു വല്ലതും കേൾക്കുമോ, കൊച്ചങ്ങ് പോയി കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി കേട്ടില്ലേ അബിയേട്ടാ അവൾ പറഞ്ഞത്, ഈ ജീവിതത്തിൽ എന്നെ പറ്റിയുള്ള രഹസ്യം എൻ്റെ മോൾ അറിയരുതെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവളിപ്പോൾ അറിഞ്ഞിരിക്കുന്നു. അവൾ എന്നോട് ചോദിച്ചത് കേട്ടില്ലേ, ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതായിരുന്നു, എനിക്കിനി ജീവിച്ചിരിക്കുന്നത് പോലും ഒരു
ജീവിച്ചിരിക്കണമെന്ന് പോലും ഒരു തോന്നലില്ലെന്നുള്ള കാര്യമൊക്കെ ജാനകി ഇങ്ങനെ അബിയോട് പറയാം. അപ്പോൾ അബിയാണെങ്കിൽ ജാനകിയെ സമാധാനിപ്പിക്കുകയാണ്. എന്നാണെങ്കിലും ഒരു ദിവസം പൊന്നും അത് അറിയേണ്ടതല്ലേ, അപ്പോൾ പിന്നെ ഇച്ചിരി നേരത്തെ അറിഞ്ഞു എന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അബി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ ജാനകിക്കാണെങ്കിൽ ആ കാട്ടാളൻ്റെ മുഖം അത് ഓർക്കും തോറും ഇവനെ കൊല്ലാനുള്ള കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ജാനകി ആണെങ്കിൽ എൻ്റെ മോള് ഒരിക്കലും അറിയരുതെന്ന് ആഗ്രഹിച്ച കാര്യം മോൾ അറിഞ്ഞതിൻ്റെ ആ ഒരു വിഷമത്തിലും സങ്കടത്തിലും ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിരഞ്ജന അവിടെ ഓഫീസിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് വലിയൊരു തെളിവ് വലിയൊരു ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഉണ്ണിത്താൻ നിരഞ്ജനയെ കാണാനായിട്ട് വരുന്നത്. നിരഞ്ജനയുടെ അടുത്ത് വന്നു. നിരഞ്ജനയോട് ഉണ്ണിത്താൻ ഈ തമ്പിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നിരഞ്ജനയ്ക്ക് ഭയങ്കര കലിപ്പ്. അപ്പോൾ അതേ മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പോൾ അജയ് എന്തോ വലിയ നീക്കം നടത്തുമെന്നുള്ളൊരിത് നമ്മുടെ ഉണ്ണിത്താൻ മനസ്സിലായതുകൊണ്ടാണ് ഉണ്ണിത്താൻ അത് പറയുന്നത് മകളോട്. നീ ഒന്ന് ആളായിട്ട് നിന്ന് തന്നാൽ മതി. അജയുടെയും അതുപോലെ തന്നെ തമ്പിയുടെയും പിന്നാലെ ഇനി കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഈ ഉണ്ണിത്താനാണെന്നും അവന്മാരുടെ എല്ലാ കള്ളക്കളികളും പൊളിക്കാനുള്ള എല്ലാ വഴികളും ഈ ഉണ്ണിത്താൻ നിൻ്റെ അച്ഛൻ റെഡിയാക്കുമെന്നും പറഞ്ഞു. ഇനി തമ്പിക്കോ തമ്പിയുടെ വക്കീലിനോ രക്ഷയില്ല എന്നപ്പോൾ തമ്പിക്കൊപ്പം തന്നെ ഈ അജയെയും നിർത്തി ഒരു ശത്രുപാളയത്തിലാക്കുക എന്നുള്ളതാണ്. നിരഞ്ജനയുടെ മുന്നിൽ അജയെയും ഒരു ശത്രുവാക്കി കാണിക്കുക അല്ലെങ്കിൽ ആക്കി തീർക്കുക എന്നുള്ളതാണ് ഉണ്ണിത്താൻ്റെ ലക്ഷ്യം. ഉണ്ണിത്താൻ അത് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ണിത്താൻ മകളുടെ മനസ്സിലേക്ക് ഈ അജയ് എന്ന് പറയുന്നവൻ ദുഷ്ടനാണെന്ന് ഇങ്ങനെ അടിച്ച് കുറേശ്ശെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുക. നീ ധൈര്യമായിട്ടിരിക്കുക, അവർക്ക് മേൽ നമ്മുടെ വിജയമായിരിക്കും. ഈ ഉണ്ണിത്താൻ ആരാണെന്നും ഉണ്ണിത്താൻ എന്തൊക്കെ കളികൾ കളിക്കുമെന്നും അവനൊന്നും ശരിക്കും അറിയില്ല തുടങ്ങിയ രീതിയിലെല്ലാം ഉണ്ണിത്താൻ ഇങ്ങനെ നിരഞ്ജനോട് പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കുക, നിന്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് ഇനി അച്ഛനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താൻ ഭയങ്കര കട്ട സപ്പോർട്ടായിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങുക. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നിരഞ്ജന വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോടതിയിൽ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ ഒരു സമയത്ത് അപർണ വലിയ ആൾ കളിച്ചുകൊണ്ട് നിരഞ്ജനയുടെ അടുത്തേക്ക് ചെന്നു. നിരഞ്ജനയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു സ്വന്തം അച്ഛന് പോലും അല്ലെങ്കിൽ നിരഞ്ജന പോലും മോശമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു തുടങ്ങി അപർണ. അപ്പം തന്തയ്ക്ക് പറക്കാത്ത സ്വഭാവമാണ് നിരഞ്ജന കാണിക്കുന്നതെന്നും പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് തീർന്നില്ല. കൂട്ടത്ത് അവളുടെ ചെവിക്കല്ല് തീർത്തൊരു ഒറ്റ ഒരെണ്ണം നമ്മുടെ നിരഞ്ജന. അവൾക്ക് അവളുടെ അച്ഛൻ വലുതാണ്, അവളുടെ അച്ഛൻ്റെ അന്തസ്സും പറഞ്ഞ് ഏതു നേരവും അപർണ ഇങ്ങനെ ഘോര പ്രസംഗിച്ച് നടക്കുന്നതാണല്ലോ. മറ്റുള്ളവർക്ക് അച്ഛന് പറക്കാത്തതാണോ അമ്മയ്ക്ക് പറക്കാത്തതാണോ എന്ന് പറയാനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല എന്ന കാര്യം നമ്മുടെ നിരഞ്ജൻ എന്നിട്ട് ഇവളോട് പറഞ്ഞു. നിന്റെ തന്തയ്ക്ക് എത്ര മക്കളുണ്ടെന്ന് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരുവടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജന ഇവളെ വെല്ലുവിളിക്കുക. നീ ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയാമെന്നും അതിനപ്പുറം സഞ്ചരിക്കാനാണ് ഈ നിരഞ്ജന നിൽക്കുന്നതെന്നും നീ എന്ത് പറഞ്ഞിട്ടാണ് എങ്ങനെയാണ് അജയ്യെ കുപ്പിയിലാക്കിയതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നിരഞ്ജനയുടെ മുന്നിൽ വിലപ്പോവില്ല എന്നും നിരഞ്ജന ഇവളുടെ മുഖത്ത് നോക്കി പെണ്ണുങ്ങളെ പോലെ നിന്നങ്ങ് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അപർണ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പം തല്ലിയതിൻ്റെ കലിപ്പ്, നീ തല്ലിയല്ലടി, നിന്നെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു ചുക്കും ചെയ്യില്ലടി എന്നും പറഞ്ഞ് നമ്മുടെ നിരഞ്ജന പറയാം. അണയാനുള്ള തീ ആളിക്കത്തുമെന്നുള്ളത് പഴമക്കാർ പറയുന്നത് ശരിയാണ്. നീ അണയാൻ പോകുന്ന തീയാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആളിക്കത്തുന്നത്. ഇന്ന് നീ ചെയ്തതെല്ലാം ഓർത്ത് നാളെ നീ സ്വയം പശ്ചാത്തപിക്കുന്ന സമയമാണ് വരാൻ പോകുന്നതെന്നും പറഞ്ഞ് നിരഞ്ജന അപർണയോട് പറയുമ്പം ഈ അപർണ പശ്ചാത്തപിക്കാനും അപർണ കത്തിച്ച് വിട്ട തീയിൽ നീയൊക്കെ എരിഞ്ഞൊടുങ്ങാൻ പോവാടിയെന്നും പറഞ്ഞുകൊണ്ട് അപർണ നേരം നിരഞ്ജനെ വെല്ലുവിളിക്കുന്നു. നമുക്ക് കാണാം ആരുടെ തീയിലാണ് എരിഞ്ഞൊടുങ്ങാൻ പോകുന്നതെന്നും. ഈ പറഞ്ഞതെല്ലാം നീ തിരുത്തി പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഈ നിരഞ്ജന ഇനി കാത്തിരിക്കുന്നത്. നിരഞ്ജനയുടെ ഓരോ പ്രയത്നവും അതിന് വേണ്ടിയിട്ടാടിയെന്നും പറഞ്ഞുകൊണ്ട് അപർണയോട് നിരഞ്ജനയും ശരിക്കും അങ്ങ് പറഞ്ഞു. രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും തീർത്തും വെല്ലുവിളികളൊക്കെ ഉന്നയിച്ച് അങ്ങ് പോയി. അങ്ങനെ എന്തായാലും അപർണ ഭയങ്കര കലിപ്പിലാണ് നിൽക്കുന്നത്. നീ നോക്കിക്കോടി, നീ ഇനി അധികകാലം അജയുടെ കൂടെ അജയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, നിൻ്റെ ജീവിതം ഞാൻ തല്ലി പറിച്ചു കളയൂടി എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ അപർണ തമ്പുരാട്ടി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം അങ്ങനെ അവിടെ സംഭവിക്കുന്ന ഈ ഒരു സമയത്ത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന കൈ എന്നുള്ള രീതിയിൽ നമ്മുടെ രാധാമണിയമ്മയുടെ അച്ഛൻ മാധവ വാര്യരുടെ ഒരു ഫോട്ടോ നമ്മുടെ ജാനകിക്ക് സംഘടിപ്പിച്ചു കൊടുക്കുക അവർ, അതായത് അബിയും പിന്നെ നമ്മുടെ സക്കീർ ബായും കൂടി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഫോട്ടോ കൊണ്ടുവന്ന് ഇത് അമ്മയെ കാണിക്കാൻ ജാനകിയോട് പറയുവാണ്. ഇനി അവസാനമായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്നേ സംഭവിക്കുകയുള്ളൂ എന്ന കാര്യവും പറഞ്ഞു. അങ്ങനെ ജാനകിയെ കൊണ്ടുവന്ന് ഈ ഫോട്ടോ ഏൽപ്പിച്ചു. ജാനകി അത് മേരിയമ്മയോട് പറഞ്ഞു. മേരിയമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മേരിയമ്മ പറഞ്ഞു, ശരിയാണ് മോളെ,
അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്കിത് രാധാമണിയെ കാണിച്ച് നോക്കാം എന്നും പറഞ്ഞ് ഈ ഫോട്ടോ എടുത്ത് രാധാമണി അമ്മയെ കാണിച്ചു കൊടുക്കാൻ നോക്കാം. അപ്പോൾ രാധാമണി അമ്മ വന്നിങ്ങനെ ഇരിക്കും. ഈ ഫോട്ടോ കൊണ്ടൊന്ന് ജാനകി ഇത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അമ്മയുടെ ഭാവം പെട്ടെന്ന് അങ്ങ് മാറി. അമ്മയ്ക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു ഭാവത്തിലേക്ക് അമ്മ വന്നത് രാധാമണി അമ്മയുടെ വലിയൊരു മാറ്റമാണെന്നുള്ളത് ജാനകിക്കും അതുപോലെ തന്നെ നമ്മുടെ മേരി അമ്മയ്ക്കും മനസ്സിലായി. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നമ്മുടെ രാധാമണിയമ്മയെ തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ ജാനകി എന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് അറിയോ ഈ ഫോട്ടോയിൽ കാണുന്ന ആരാണെന്ന്? ഇത് അമ്മയുടെ അച്ഛനാ, മാധവ വാര്യർ. അച്ഛൻ്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഫോട്ടോയും കയ്യിൽ പിടിച്ച് നമ്മുടെ രാധാമണിയമ്മ ഇങ്ങനെ അവിടെ എഴുന്നേറ്റ് ഇങ്ങനെ പോകും. അപ്പോൾ രാധാമണിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ആ ഫോട്ടോയിലുള്ള ആളെ രാധാമണിയമ്മയ്ക്ക് മനസ്സിലായി എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ രാധാമണിയമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിയും അതുപോലെ മേരിയമ്മയും കൂടി ഇപ്പോൾ ഈ നടന്ന സംഭവത്തെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോയിൽ നിന്ന് എന്തൊക്കെയോ നമ്മുടെ രാധാമണിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ്. എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്നത് വെറുതെ ആവില്ല മോളെ. കർത്താവ് നമ്മളെ വെറുതെ വിടില്ല, വെറുതെ ഉപേക്ഷിച്ച് കളയില്ല. ഈ രാധാമണിയോട് ദ്രോഹം ചെയ്ത തമ്പിയെ കർത്താവ് വെറുതെ വിടില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരു രീതിയിലായി ഇപ്പോൾ രാധാമണിയമ്മയുടെ സ്ഥിതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.